പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ എങ്ങനെയാണ് പുതിയ NMMS ഒക്കെ എല്ലാവരും ഓക്കെ ആയില്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ VBG റാംജി ഇനി വെറും ഒരു മാസം മാത്രമേ ഉള്ളൂ. അതിനുശേഷം VBG റാംജിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ VBG റാംജിയിലേക്ക് വരുന്നതിൻ്റെ തുടക്കം എന്ന നിലയിലുള്ള NMMS ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് ഓരോ ആളുകളുടെയും KYC പൂർത്തിയാക്കിയതിന് ശേഷം അവരുടെ ഓരോ പേരുടെയും ഫേസ് വെച്ചിട്ട് ഫേസ് ഓതൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള ഫോട്ടോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ പുതിയ വിവരം എന്ന് പറഞ്ഞാൽ ഈ NMMS ഒക്കെ പുതിയ അപ്ഡേഷനായി എല്ലാ പ്രവർത്തനങ്ങളും വളരെ ത്വരിതഗതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇപ്പോൾ യാതൊരു തടസ്സമില്ല. നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, NMMS എടുക്കുമ്പോൾ നമ്മൾ ഒരാളെ ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ പുറകിലേക്ക് പോകുന്നു, പിന്നെ വീണ്ടും എടുക്കേണ്ടി വരുന്നു, വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നു, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കിട്ടിയതെന്ന് വെച്ചാൽ എല്ലാം റെഡി ആയിട്ടാണ് പോകുന്നത്. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ KYC ചെയ്യാത്ത അല്ലെങ്കിൽ അത് റെഡിയാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരത് ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം. അത് അപ്പം തന്നെ ചെയ്യാം. നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അപ്പം തന്നെ ചെയ്തിട്ട് KYC പൂർത്തിയാക്കിയതിന് ശേഷം, അതായത് KYC ചെയ്യാത്ത ആൾക്കാർ നമ്മളെ മാസ്റ്റർ റോളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ പേരിന് നേരെ ഫോട്ടോ എടുക്കേണ്ട എംബ്ലവും വരില്ല, പിന്നെ ഒരു റെഡ് മാർക്കിൽ ഇൻറ്റു വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻറ്റു മാറ്റാൻ വേണ്ടിയിട്ട് ബാക്കിലോട്ട് പോയിട്ട് KYC അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, നമ്മളെ താഴെ ഏറ്റവും NMMSൻ്റെ ഏറ്റവും താഴെയായിട്ട് KYC എന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ KYC ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക. ഇപ്പോൾ പിന്നെ അത് സക്സസ്ഫുള്ളി ആയതിനു ശേഷം സേവ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എടുത്തു കഴിഞ്ഞാൽ എന്തായി, അവരുടെ നേരെ ക്യാമറേൻ്റെ ചിഹ്നവും പിന്നെ ഗ്രീൻ കളറിൽ ടിക്ക് മാർക്കും കൂടെ വരും. അതോടുകൂടി എന്തായി, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു. KYC ചെയ്തിട്ട് റെഡിയാവാത്തതോ ചെയ്യാൻ ബാക്കിയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ പ്രശ്നം വരുന്നുള്ളൂ. ബാക്കി എല്ലാവരുടെ കാര്യം ഓക്കെ ആണ്. NMMS ഒക്കെ പക്ക ക്ലിയറായി, യാതൊരു തടസ്സവും ഇല്ല. ഇപ്പോൾ ടെക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും തൊഴിലാളികൾക്ക് ഇനി ആശ്വസിക്കാം. നമ്മൾ ഇത്രയും സമയം കുറച്ചൊരു മാസം വളരെ ഇതിലായിരുന്നു, കാരണം എടുത്താൽ കിട്ടുകയില്ല, അപ്പോൾ തിരിച്ചു പോകേണ്ട വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ കിട്ടി ആഫ്റ്റർനൂൺ എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് പുതിയ കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ഇനി വളരെ സ്മൂത്തായിട്ടാണ് കാര്യങ്ങളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ ആർക്കും ഒരു പരാതിയില്ലാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും അത് പഠിച്ചു വരാത്ത പുതിയ, ഇപ്പോൾ നമ്മൾ അടുത്ത പണി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് തുടക്കം അടുത്ത പണി, ഇപ്പോൾ ഈ വർഷം തന്നെ NMMS ഇപ്പം വന്നത് കൊണ്ട് വളരെ ഉപകാരമായി. കാരണം എന്താ വെച്ചാൽ അടുത്ത വർഷം നമ്മൾ പുതിയ പണി തുടങ്ങുന്ന സമയത്ത്, അടുത്ത സാമ്പത്തിക വർഷത്തിൽ പുതിയ പണി തുടങ്ങുമല്ലോ, ആ സമയത്താണ് വന്നതെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തുടങ്ങും. നമ്മളിപ്പോൾ ഇതെന്തായി, മേറ്റുമാരെല്ലാം ഏകദേശം എന്ത് ചെയ്ത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് 100 പണി തികയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്ത് എല്ലാവർക്കും ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു സമയം കിട്ടി. അതാണ് ഇപ്പോൾ ഇത് വന്നത് കൊണ്ടുള്ളൊരു ഗുണം കിട്ടിയത്. കാരണം കുറഞ്ഞ ആൾക്കാരെ ഇപ്പോൾ ജോലിയിലുണ്ടാവും. അപ്പോൾ അവരെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് എക്സ്പീരിയൻസ് ആയി. NMMS പിന്നെ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നല്ല എക്സ്പീരിയൻസ് വന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, അടുത്ത പ്രാവശ്യം അവരെടുക്കുന്ന സമയത്ത് പുതിയതെടുക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. എന്തായാലും ഇത് നല്ലൊരു പിന്നെ ഏർപ്പാടാണ്. എന്തായാലും ഇപ്പം വളരെ സുഖമായിട്ടാണ് പോകുന്നത് എന്നാണ് പിന്നെ പല മേറ്റുമാരുടെ അഭിപ്രായം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. പിന്നെ അടുത്ത VBG റാംജിയിലേക്കുള്ള എന്തെങ്കിലും പണികൾ എന്താണെന്നോ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നോ, പിന്നെ വിവരങ്ങൾ കിട്ടിയാൽ ഉടനെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എന്തായാലും ഉടനെ തന്നെ വരും എന്നാണ് അറിഞ്ഞത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക വെച്ചാൽ, പരമാവധി ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് അനുസരിച്ചാണ് നമ്മളെ വീഡിയോയുടെ റീച്ചൊക്കെ കൂടുന്നത്. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാനുള്ള ഊർജ്ജവും കൂടിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഞാൻ കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ നിങ്ങളെ അടുത്ത് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് പിന്നെ
നമ്മുടെ 100 പണിയായ ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു.